വെള്ളാപ്പള്ളി നടേശൻ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചത് ബഫൂൺ എന്നാണ് വിളിച്ചത്. നേരത്തെയും അദ്ദേഹം അധം എന്ന് വിളിച്ചിട്ടുണ്ട്, മഹാമോശക്കാരൻ, വൃത്തികെട്ടവൻ, പ്രതിപക്ഷ നേതാവായതിനു ശേഷം തവളയെ പോലെ ചീർത്തവൻ എന്നൊക്കെ, പന്നൻ എന്നൊക്കെ ഒരുപാട് വാക്കുകൾ വിളിച്ചിട്ടുണ്ട്. ജി സുകുമാരൻ നായർ ഒരുപക്ഷെ അത്രത്തോളം കടന്ന വാക്കുകൾ പറയുന്നില്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ സതീശന് വിരുദ്ധ നിലപാട് അദ്ദേഹം പലയാവർത്തി ആവർത്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും ഐക്യപ്പെടുന്ന ഒരേ ഒരു പോയിന്റ് പ്രതിപക്ഷ നേതാവ് സതീശന് വിരുദ്ധതയാണ്. ഞാൻ ആ നേതാക്കളെ കുറ്റം പറയില്ല. അതിന് കാരണം SKN ഒരുപക്ഷെ ബാക്കി നേതാക്കൾ ചെയ്യുന്നത് പോലെ ഈ സമുദായ നേതാക്കളെ പ്ലീസ് ചെയ്യാനുള്ള നടപടി വീഡിയോയുടെ ഭാഗത്ത് ഉണ്ടാവാറില്ല. അത് അദ്ദേഹത്തിന് വ്യക്തിപരമായ നിലപാട് ആർജം എന്നൊക്കെ വേണമെങ്കിൽ പറയാമെങ്കിലും ഒരു UDF ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അതൊരു രാഷ്ട്രീയ മെയ്വഴക്കമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് സതീശിന്റെ പരിമിതിയാണ്. SKN ആ പരിമിതി ഒക്കെ അവിടെ നിൽക്കുമ്പോഴും സതീഷിന് ഒരു പോൾ മാനേജർ എന്നുള്ള നിലയ്ക്ക് എക്സലന്റ് ആണെന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ കുറേയധികം തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമെടുത്ത് പറയണം. SKN VD സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം ആദ്യം വരുന്ന തെരഞ്ഞെടുപ്പ് തൃക്കാക്കര ബൈ ഇലക്ഷനാണ്. തൃക്കാക്കര ബൈ ഇലക്ഷൻ ഏറ്റവും കൂടുതൽ പ്രചരണമായപ്പോൾ ഞാനടക്കം പറഞ്ഞു അൺപ്രഡിക്റ്റബിൾ, ഇഞ്ചോടിഞ്ച് പോരാട്ടം തോന്നി ഇല്ല. അപ്പോ VD അന്ന് നേരത്തെ പറയുന്നുണ്ട് PT തോമസിനെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ റൂമ് ജയിക്കുന്നു പറയുന്നു. അങ്ങനെ തന്നെ സംഭവിക്കുന്നു. അത് കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പ് ഏതായിരുന്നു SKN? അത് കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പ് പുതുപ്പള്ളി റെക്കോർഡ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞു, അത് ശരിയായി. അത് കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പ് പാലക്കാട് VD പറയുന്നുണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുമ്പോഴും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിരുദ്ധ വാർത്തകളുടെ കുത്തൊഴുപ്പ് ഉണ്ടാകുമ്പോഴും VD പറയുന്നുണ്ട് പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ചതിന്റെ 7 ഇരട്ടി ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിക്കുമെന്ന് പറയുന്നു. അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നിലമ്പൂരിൽ 7% ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് VD പറയുന്നു. അതിനപ്പുറം സംഭവിക്കുന്നുണ്ട്. തദ്ദേശത്തിലേക്ക് വന്നപ്പോൾ നമ്മളൊക്കെ പറഞ്ഞ് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ളതാണ്. തദ്ദേശത്തിന്റെ പ്രചരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദീപിക ദിനപത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ VD സതീശൻ പറയുന്നുണ്ട് SKN, അതായത് കൊല്ലമടക്കം ഞങ്ങൾ 4 കോർപ്പറേഷൻ ഇതിന്റെ പ്രചരണത്തിന്റെ നാളുകൾക്ക് മുമ്പാണ്, ആദ്യം വന്ന അഭിമുഖമാണ്. കൊല്ലമടക്കം ഞങ്ങൾ 4 കോർപ്പറേഷൻ പിടിക്കും, 50%-ലധികം പഞ്ചായത്തുകൾ പിടിക്കും, 60%-ലധികം മുനിസിപ്പാലിറ്റികൾ പിടിക്കുമെന്ന് വളരെ കൃത്യമായി VD അന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോ അതിനേക്കാൾ ശരിയായി വന്നു. ആകെ സംഭവിച്ചത് ചേലക്കരയിലെ പരാജയം മാത്രമാണ്. അതിലും VD നേരിയ ഭൂരിപക്ഷം മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. അവിടെ ഭൂരിപക്ഷം ഗണ്യമായി കട്ട് ഓഫ് ചെയ്യാൻ അവിടെ UDF കഴിഞ്ഞു. അപ്പോ ഗ്രൗണ്ട് അറിയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ഗ്രൗണ്ടിലെ പൾസ്, വോട്ട് എങ്ങോട്ട് എന്നറിയുന്ന കൃത്യമായ രാഷ്ട്രീയ നേതാവാണ് VD. നമ്മൾ ഈ പറയുന്ന ഒരു നിലപാടിന്റെ അസ്ക്യതയിലുള്ള പരിമിതി എന്ന് പറയുമ്പോൾ പോലും അപ്പോ ഈ തെരഞ്ഞെടുപ്പുകൾ 1, 2, 3, 4 എണ്ണി പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പുകളിൽ VDയുടെ കൺവിക്ഷൻ വിജയിക്കും നമ്മൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പിൽ ആ കൺവിക്ഷന്റെ പുറത്താണ് ഞാൻ വനവാസത്തിന് പോകും. അത് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ തന്നെ ഒരു വെല്ലുവിളിയായിരുന്നു. തോറ്റാൽ VDക്ക് വനവാസത്തിന് പോകേണ്ടി വരും. ഓക്കെ, ഞാൻ വനവാസത്തിന് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളി ഏറ്റെടുത്തത്. അത് ആ കൺവിക്ഷന്റെ പുറത്താണ്. ആ കൺവിക്ഷൻ വിജയിക്കുമോ എന്ന് പറയേണ്ടത് കേരളമാണ്. ഏപ്രിൽ 4-ാം തീയതിയാണ്. വനവാസമല്ല, കേരളം പറയുന്നു ഇനി നടക്കാൻ പോകുന്നത് വനവാസമല്ല, മറിച്ച് പട്ടാഭിഷേകമാണ്. വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന് പറയുന്ന VD സതീശന്റെ പട്ടാഭിഷേകം, കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള ആ എഴുന്നള്ളിപ്പ്, അതാണ് ഇനി നടക്കാൻ പോകുന്നത്. പല അർത്ഥത്തിൽ ഏറ്റവും ഒടുവിലായിക്കൊണ്ട് പന്നിയെ പോലെ പാവങ്ങളെ പറ്റിച്ച് നക്കിയിട്ട് വീർത്ത് വീപ്പക്കുറ്റി പോലെ ഇരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുക വർഗീയ വിഷജന്തു ഇന്നലെയും പറഞ്ഞു സതീശൻ ബഫൂണാണ് എന്ന്. സതീശൻ ബഫൂണാണെന്ന് ആരാ പറയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു തീട്ടം, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വിസർജ്യം, ആ വിസർജ്യം പറയുകയാ സതീശൻ ബഫൂണാണെന്ന്. വെള്ളാപ്പള്ളി നടേശൻ ആരാ? നല്ല ഒന്നാന്തരം തീട്ടം. തീട്ടം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ലൂസ് മോഷനൊക്കെ ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പോൾ ബാത്റൂമിലൊക്കെ പോയി ഇരിക്കാൻ സമയം ഉണ്ടാവില്ല, അതിന് മുമ്പ് ഇങ്ങനെ തെറിച്ച് പോകുന്ന അതുപോലെയുള്ള തീട്ടമാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ നടേശൻ പറയാണ് ബഫൂണാണെന്ന്. കാര്യം എന്താ? കാര്യം മറ്റൊന്നുമല്ല, കാര്യം സതീശനുണ്ടാക്കുന്ന ഓളങ്ങൾ ഇവരെയൊക്കെ വല്ലാതെ വെപ്രാളപ്പെടുത്തുന്നുണ്ട്. അതിനപ്പുറം മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്? പിണറായി വിജയനല്ല സതീശൻ അധികാര കസേരയിലേക്ക് കയറിയിരുന്നാൽ വെരി നെക്സ്റ്റ് മൊമെന്റ് ഈ വെള്ളാപ്പള്ളി നടേശനും സംഘത്തിനുമൊക്കെ വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. ആ ബോധ്യമാണ് സതീശനെ ഇങ്ങനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിലേക്ക് പോലും കാര്യങ്ങൾ ചെന്നെത്തിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു ക്ലിപ്പ് ഇങ്ങനെ കാണുകയായിരുന്നു. കണ്ണൂരിലെ സുധാകരൻ്റെ, KPCCയുടെ മുൻ പ്രസിഡന്റ്, കണ്ണൂരിലെ NP മന്ത്രിയായ വ്യക്തി, MLA ആയ വ്യക്തി, കണ്ണൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ ആർജവമുറ്റ നേതാവ്. അപ്പോൾ സുധാകരനോട് ബിഗ് TVയിലെ സുജയ പാർവതി ചോദിക്കുക, VD സതീശനെ കുറിച്ച് 100 സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ്? വളരെ കൃത്യമായിട്ട് സുധാകരൻ പറഞ്ഞു വെക്കുന്നുണ്ട് VDയുടെ കാൽക്കുലേഷനെ കുറിച്ച്, അതിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ഒക്കെ.
അതവിടെ നിൽക്കട്ടെ. സതീശനെ കുറിച്ചാണല്ലോ സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിമാറി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വി ഡി സതീശന് വനവാസമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹം അങ്ങനെ അയാളെ വനവാസത്തിന് പറഞ്ഞു വിടില്ല. അങ്ങനെ വനവാസത്തിന് പറഞ്ഞു വിടേണ്ട വ്യക്തിയല്ലെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്, അല്ലേ? സതീശനൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. സതീശൻ 25 വർഷക്കാലം പറവൂരിൻ്റെ MLA ആയ വ്യക്തിയാണ്, മനസ്സിലായില്ലേ? അതിൽ സതീശനൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ സതീശനില്ലെങ്കിൽ, കേരള രാഷ്ട്രീയത്തിൽ സതീശനില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം ഈ പൊതുസമൂഹത്തിന് തന്നെയാ. ഒരു തർക്കവും വേണ്ട. അതിന് നമ്മളതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഒന്ന് അയാളുടെ നിലപാടുകളാണ്. ചങ്ക് പൊട്ടുന്ന നിലപാടുകളും അയാൾ എടുക്കാറുണ്ട്. ചങ്ക് പൊട്ടുന്നതാണെങ്കിൽ കൂടിയും നിലപാടുകളിൽ അയാൾക്ക് മാറ്റമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അയാളുടെ ഈ പറയുന്ന വീക്ഷണങ്ങളാണ്. വീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ, കാഴ്ചപ്പാടുകൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ കേരളം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഈ പ്രതിസന്ധികളൊക്കെ അയാൾ ആ പ്രതിസന്ധികളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ അതിനുള്ള സൊല്യൂഷനും അയാളുടെ കൈകളിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ ബി ഈ ജനതയെ, മലയാളിയെ, കേരളത്തെ കൈപിടിച്ച് മുന്നോട്ട് കുത്തിക്കുവാനുള്ള ഒരു പ്ലാൻ ബി. അതിലേറ്റവും സുപ്രധാനമായിട്ട്, ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത് കേരളത്തിൽ റോഡുണ്ടാക്കുന്നോ, പാലുണ്ടാക്കുന്നോ, ബിൽഡിംഗ് ഉണ്ടാക്കുന്നോ, ഇതൊന്നുമല്ല. ഇതിനേക്കാളൊക്കെ ഉപരി വരുന്ന ഒരു തലമുറക്ക് ഈ കേരളത്തിൽ അതും അപ് ടു ഡേറ്റായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്നുള്ള VDയുടെ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിനൊപ്പമാണ് ഞാൻ. കാരണം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ നമ്മളത് കഴിഞ്ഞു, നമ്മുടെ ജീവിതം കഴിഞ്ഞു. അങ്ങനെ ഇനി നമ്മളെന്തോ മറിക്കാൻ പോവുകയാണെന്നൊന്നും ആരും ചിന്തിക്കേണ്ട. ഇനി ചെയ്യാൻ പോകുന്നത് എൻ്റെയും നിങ്ങളുടെയും വരും തലമുറയാ, മക്കളാ, യുവതലമുറയാ. അവിടെ എന്ത് വേണം? അവിടെ ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പലതും മാറണം, അപ് ടു ഡേറ്റ് ആവണം. ലോകത്തിനൊപ്പം, ടെക്നോളജിക്കൊപ്പം, വിദ്യാഭ്യാസത്തിനൊപ്പം സഞ്ചരിക്കണം. അതിന് വേണ്ട പ്രവർത്തനങ്ങൾ അയാൾ കൃത്യമായിട്ട്, എനിക്ക് പറയുന്ന VDയുടെ എല്ലാ വീക്ഷണങ്ങളും ഞാൻ യോജിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അതിൽ എനിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയ 2 കാര്യങ്ങൾ. ഒന്ന് നമ്മുടെ പൊതു ആരോഗ്യ മേഖല, മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖല. ആരോഗ്യ മേഖല വളരെ ശക്തമാവണം. അവിടെ സാധാരണക്കാരന് അവന് പറ്റുന്ന രീതിയിൽ, അവന് താങ്ങാൻ പറ്റുന്ന ചികിത്സാ സംവിധാനങ്ങൾ വേണം. ഒന്ന്, അത് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം അത് വരും തലമുറക്ക് എന്ന് മാത്രമല്ല, നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന തലമുറക്കും അത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇതോടൊപ്പം വേണ്ടത് വരും തലമുറ, ഒരു ന്യൂ ജനറേഷൻ, നെക്സ്റ്റ് ജനറേഷൻ എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ. അവർ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല. അവരുടെ കരിയർ, അവരുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വേണം. അതിനുള്ള പ്ലാൻ VDയുടെ കൈകളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് VD വരണം. അതുകൊണ്ട് തന്നെയാണ് VD വരണമെന്നല്ല, VD വരും. എങ്ങനെ വരും? വനവാസത്തിനല്ല, പട്ടാഭിഷേകം. നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോ, പട്ടാഭിഷേകത്തിനാണ് കേരളം സാക്ഷിയാവാൻ പോകുന്നത്. ആരുടെ പട്ടാഭിഷേകം? വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന് പറയുന്ന VD സതീശൻ്റെ പട്ടാഭിഷേകത്തിന് കേരളം സാക്ഷിയാവാൻ പോവുക. മനസ്സിലായില്ലേ? അത്രമാത്രം വർക്ക് ചെയ്തിട്ടുണ്ട്, ഹോം വർക്ക് ചെയ്തിട്ടുണ്ട്. കേരളത്തെക്കുറിച്ച് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു ഭരണപക്ഷത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഭരണകർത്താവ്, മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന വ്യക്തി ആലോചിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രതിപക്ഷ കസേരയിൽ ഇരുന്നു കൊണ്ട്, ആ സ്ഥാനത്തിരുന്നു കൊണ്ട് VD സതീശൻ ചെയ്തിട്ടുണ്ട്. ഒരു തർക്കവും നിങ്ങൾക്ക് അതിൽ വേണ്ട. VDയുടെ കാഴ്ചപ്പാടുകളെ വെല്ലാൻ ഇന്ന് കേരളത്തിൽ അത്രയധികം
ഒരു കാഴ്ചപ്പാടുകളുള്ള വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാ. കാരണം അത് വെറുതെ അയാൾക്ക് കാഴ്ചപ്പാടുണ്ടായതല്ല. ആദ്യം അയാൾ എന്താണ് നമ്മുടെ പ്രോബ്ലം എന്നുള്ളത് അയാൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. എന്നിട്ട് അവിടെ നിർത്തിയില്ല. അങ്ങനെയുണ്ട് ചില ആളുകൾ, പ്രോബ്ലം മാത്രം കണ്ടുപിടിക്കും. അവിടെ നിർത്തിയോ? പ്രോബ്ലം കണ്ടുപിടിച്ചപ്പോൾ എന്താണ് സൊല്യൂഷൻ എന്ന് ചോദിക്കും എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെ ആ സൊല്യൂഷനിലേക്ക് അയാളെത്തി. സൊല്യൂഷൻ അയാൾ കണ്ടുപിടിച്ചു. പ്ലാൻ ബി അയാൾ കണ്ടുപിടിച്ചു. അവിടെയാണ് ഈ ആരോഗ്യ മേഖലയും അതുപോലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മേഖല, ഇത് രണ്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇത് രണ്ടും മാത്രമാണെന്ന് ഞാൻ പറയും. പറയുന്ന ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇത് രണ്ടിനും ശേഷം വരുന്നതാ. ഈ രണ്ട് കാര്യങ്ങൾ, ആ രണ്ട് കാര്യങ്ങളിൽ നമുക്ക് സൊല്യൂഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വരും തലമുറയും സേഫ് ആകും. അല്ലേ? നമ്മുടെ കോളേജുകളിൽ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒക്കെ ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആർക്കും വേണ്ടാത്ത കോഴ്സുകൾ, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളത് ഒക്കെ മാറ്റി എഴുതണം, കാലത്തിനൊത്ത് സഞ്ചരിക്കണം. ഈ ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ എത്ര ആളുകളാ ഡിഗ്രിയും ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുത്തതിന് ശേഷം പല രീതിയിൽ എവിടെയും ഒരു ആ ഡിഗ്രി കൊണ്ടോ ബിരുദാനന്തര ബിരുദം കൊണ്ടോ ഒരു ഉപകാരമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാത്ത ലെവലിലേക്ക് എത്തിപ്പോകുന്നത് ഇത്തരത്തിൽ ഔട്ട്ഡേറ്റഡാണ് എല്ലാം എന്നുള്ളതാണ്. അപ്പോൾ വളരെ മികച്ച വിദ്യാഭ്യാസം, നിങ്ങൾ ഇപ്പോൾ വേറെ കേരളത്തിൽ സംഭവിക്കുന്ന വളരെ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താണ്? നമ്മുടെ നാട്ടിൽ നിന്ന് യുവതലമുറയിൽ പെടുന്ന ആളുകൾ ഇങ്ങനെ നാട് വിട്ടുകൊണ്ടിരിക്കുക. ഈ പോയവരൊന്നും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. പോകുന്നത് എന്തിനാ? ജോലിക്കാണോ? അല്ല, പഠിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. പോയി അവരൊരു വേറെ ലോകത്തെത്തുമ്പോൾ പിന്നെ അവർക്ക് അവിടെ മതി, അവിടെ നിന്ന് തിരിച്ചെത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പുറത്ത് പോകണ്ട എന്നൊന്നല്ല പറയുന്നത്, പക്ഷേ ഇതിപ്പോൾ എല്ലാവരും പുറത്തേക്ക് പോകാനാണ് ശ്രമങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള, സ്കിൽഫുള്ളായിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തലമുറ നമ്മുടെ നാട്ടിന് അവരുടെ സേവനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവരുടെ സർവീസ് നമ്മുടെ നാട്ടിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന സർവീസുകൾ എന്താണ്? പിന്നെ അത് ഒരു സെക്കൻഡ് ക്വാളിറ്റി സർവീസുകൾ മാത്രമേ അപ്പോൾ നമുക്ക് പിന്നെ ലഭിക്കുന്നുള്ളൂ. കാരണം എന്താ? ഫസ്റ്റ് ക്വാളിറ്റികളൊക്കെ പുറത്തേക്ക് പോവുകയാണ്. അവിടെ നിന്ന് പണം വരുന്നു എന്നല്ലാതെ പണം കൊണ്ട് എല്ലാം നേടാൻ കഴിയുമോ? ഇല്ല. പിന്നെ നമുക്ക് ലഭിക്കുന്നത് സെക്കൻഡ് ക്വാളിറ്റികൾ മാത്രമാണ്. ഫസ്റ്റ് ക്വാളിറ്റി പുറത്തേക്ക് പോകുന്നു, അവരുടെ സർവീസും അവരുടെ സേവനങ്ങളും അവരെവിടെയാണോ പോകുന്നത് അവിടെ ലഭിക്കുന്നു, അത് അവിടെ ഒതുങ്ങുന്നു. അവരാരും തിരിച്ചു വരിക പറഞ്ഞാൽ അവരൊരു വെക്കേഷന് തിരിച്ചു വരും, അല്ലെങ്കിൽ അച്ഛനും അമ്മയെയും കുടുംബത്തെയും കാണാൻ തിരിച്ചു വരും. എന്നതിലപ്പുറം ഒരാളും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, വലിയ ഒരു പ്രതിസന്ധി നമ്മൾ നേടുന്നുണ്ട്. അത് ഇന്ന് വി ഡി സതീശൻ അഡ്രസ്സ് ചെയ്യുന്ന ഈ പ്രശ്നം, അയാൾ പറയുന്ന അഡ്രസ്സ് ചെയ്യുന്ന ഈ പ്രശ്നങ്ങൾ നമ്മൾ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, വെള്ളാപ്പള്ളി നടേശനൊക്കെ ബഫൂൺ എന്നൊക്കെ വിളിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ നാളെ ചത്തുപോകും. മനസ്സിലായില്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു തലമുറയുണ്ട്. ആ തലമുറ ഒന്നുമല്ലാതെ ഇങ്ങനെ മാനത്തൊക്കെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് വീടി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു വലിയ പ്രശ്നമാണിത്. നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പോൾ ചില ഏരിയകൾ, ഞാൻ സ്ഥലപ്പേരൊന്നും പറയുന്നില്ല, ചില ഏരിയകളിൽ നിങ്ങൾ സോഷ്യൽ മീഡിയകൾ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും. ചില ഈ വീട് അല്ലെങ്കിൽ വസ്തു ഒക്കെ വിൽപ്പനക്ക് വരുന്ന ചില അഡ്വർടൈസ്മെൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില അങ്ങനെയുള്ള ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, അവരുടെ ഇത് വിൽപ്പനക്ക് എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെയുള്ള ചില വീഡിയോകൾ ചില സ്ഥലങ്ങളിൽ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്. അതുപോലെ നമ്മളെ കേരളത്തിലെ ചില ഏരിയകൾ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. വലിയ സ്വത്ത്, വലിയ സമ്പാദ്യം, വലിയ വീടുകൾ, ഒരുപാട് വസ്തു ഒക്കെ വിറ്റൊഴിവാക്കുക, നോക്കാനാളില്ല.
നോക്കാൻ അങ്ങനെ ആളുണ്ടാവണം. ഇത്രയും കാലം അതിൽ ജീവിച്ചുകൊണ്ടിരുന്ന അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. മക്കളൊക്കെ പുറത്താ. അവർക്ക് ഇങ്ങോട്ട് വരണോ? അവർക്ക് ഇങ്ങോട്ട് വരണ്ട. അവരത് വിറ്റ് ഒഴിവാക്കി ആ കാശ് കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത്, വേറെ എവിടെ പറഞ്ഞാൽ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, പുറത്ത്, നമ്മുടെ രാജ്യത്തിന് പുറത്ത് മറ്റു പല സ്ഥലങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്ത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി അതിലൂടെ അവരുടെ ലൈഫ് ലോങ് അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള രീതിയിൽ ഗ്രീൻ കാർഡുകളും ഗ്രീൻ വിസകളും അത്തരത്തിലുള്ള പലതും നേടിയെടുത്ത് ഒരൊറ്റ പ്രോസസ്സിലൂടെ ആ കാര്യങ്ങളൊക്കെ ക്ലിയറാക്കി ശിഷ്ടകാലം അവിടെ ജീവിക്കാൻ അവർ ആഗ്രഹിക്കുക. അപ്പോൾ അവിടെയാണ് ഞാൻ ഈ പറയുന്നത്, ഇത് എന്താ പ്രശ്നം? ഇപ്പോൾ ഈ പുറത്ത് പോയി പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന വലിയ ഒരു സ്കില്ലുണ്ട്, ഒരു ലോകപരിചയമുണ്ട്, ഒരു ടെക്നിക്കൽ പരിചയമുണ്ട്. ഇതൊന്നും ഇതിൻ്റെ അവർക്ക് കിട്ടിയ ആ ഒരു അറിവുകൾ നമ്മുടെ നാട്ടിൽ അത് ഉപകാരപ്പെടുത്താൻ കഴിയുന്നില്ല, പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. ഇതൊക്കെ പുറത്ത് തന്നെ അവർക്ക് എന്ത് അവിടെ നിന്ന് കിട്ടിയോ അതിൻ്റെയൊക്കെ പ്രയോജനം അവർക്ക് ആ നാട്ടിനാണ് ലഭിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ VDയുടെ കാഴ്ചപ്പാടുകളിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു കാഴ്ചപ്പാട് ഇതാണ്. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്, വരും തലമുറക്ക് ഈ നാട്ടിൽ നിൽക്കുവാനും അതോടൊപ്പം അവരുടെ സേവനം നമുക്ക് ലഭിക്കുവാനും രണ്ടുണ്ട് കാര്യം. മനസ്സിലായില്ലേ? അതിനു വേണ്ടിയുള്ള അയാളുടെ വീക്ഷണം, അയാളുടെ കാഴ്ചപ്പാടുകൾ, അതിനൊപ്പം നമുക്ക് നിൽക്കാൻ സാധിക്കണമെന്നുള്ളതാ. എന്തൊക്കെയാണെങ്കിലും ആരൊക്കെ എത്രയൊക്കെ അധിക്ഷേപിച്ചാലും പരിഹസിച്ചാലും പട്ടാഭിഷേകത്തിനാണ് കളമൊരുങ്ങുന്നത്, വനവാസത്തിനല്ല. VDയുടെ ആ എഴുന്നള്ളത്ത്, ആ നെറ്റിപ്പട്ടമൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുള്ള ആ എഴുന്നള്ളത്തുണ്ടല്ലോ, അതിനു വേണ്ടി കേരളം കാത്തിരിക്കുന്നു. അത് ഈ ഏപ്രിൽ 9 സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട.